കഴിഞ്ഞ 100 കോടി ആ ഹൈപ്പിലൊന്നും വരേണ്ട കാര്യമില്ല. പൈസ കൊടുത്ത് കാണുമ്പോൾ അയ്യേ എൻ്റെ പൈസ പോയേന്ന് അങ്ങനെയൊന്നും പറയാൻ തോന്നുന്നില്ല. പിഴവുകളില്ലാത്ത സിനിമ എന്നല്ല, പിഴവുകളുണ്ട്. നമ്മൾ കൊടുത്ത പൈസ മുതലാവുന്ന സിനിമയാണ്. ത്രില്ലർ മൂവി തന്നെയാണ്, കുഴപ്പമില്ല. നല്ല കൊള്ളാം, ഇഷ്ടപ്പെട്ടു. തീമൊക്കെ പോലെയൊക്കെ ഉണ്ട്, പക്ഷേ എടുത്തിരിക്കുന്ന ഇതും ആ ഒരു മിസ്റ്ററി ഉണ്ട് അതിൽ ഇപ്പോഴും. അതൊന്നും നന്നായിട്ടില്ല. നല്ല പടമായിരുന്നു, നല്ല ത്രില്ലറായിരുന്നു, നല്ല പടമായിരുന്നു. കണ്ടിരിക്കാൻ സസ്പെൻസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എസ്പെഷ്യലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്, നല്ല മൂവിയായിരുന്നു. പെർഫോമൻസിലുള്ള മൂവിയായിരുന്നു, നല്ല സ്ക്രീൻ പ്ലേ ആയിരുന്നു, ഇഷ്ടമായി, കണ്ടിരിക്കാനുള്ളതുണ്ട്. പിന്നെ കഴിഞ്ഞ 100 കോടി ആ ഹൈപ്പിലൊന്നും വരേണ്ട കാര്യമില്ല, പക്ഷേ പെർഫോമൻസിലുള്ള പടമാണ്. സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതാണ് തീർച്ചയായിട്ടും. ഞാൻ കൊടുത്ത 150 രൂപ മുതലാക്കി, അത്രയേ ഉള്ളൂ. പെർഫോമൻസുകളും നല്ല സൂപ്പറായി. ട്രെയിലർ കണ്ടിട്ടില്ല. എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ശീതൾ എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചീനെ ഇഷ്ടമുള്ളത് കൊണ്ട് കാണാൻ വന്നതാണ്. എടുത്ത് പറയാൻ നായകൻ എല്ലാം നൈസായിരുന്നു. ത്രില്ലർ അടുപ്പിക്കുന്നുണ്ട്, പക്ഷെ അതൊരു ഭീകരമായ ത്രില്ലർ, പക്ഷെ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പോകുന്നൊരു സിനിമയാണ്, അത്രയേ ഉള്ളൂ. നല്ല സിനിമയാണ്. നമ്മൾ കൊടുത്ത പൈസ മുതലാവുന്ന സിനിമയാണ്. പിന്നെ ഒരുപാട് എല്ലാവർക്കും ഒരു തുല്യ പ്രാധാന്യമുള്ള സിനിമയാണ്. പിന്നെ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ, നമ്മൾ ട്രെയിലർ കണ്ടല്ലോ, ഒരു കൊല എന്ന് പറയുമ്പോൾ ഇവിടെ ദിലീഷ് പോത്തൻ മരിക്കുന്നു, അതിനെ അന്വേഷണം നടത്തുന്നു. ഇല്ല, അന്വേഷണം അല്ല ത്രില്ലിങ്. ആ കൊല നടത്തുന്ന അതാണ് എൻ്റെ ഏറ്റവും വലിയ പാർട്ട്, ത്രില്ലിങ് പാർട്ട്. പക്ഷേ നമുക്ക് ഫുള്ളും കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും അതിൽ എൻഗേജ് ആയിട്ട് ഫുൾ ടൈം ഇതായിട്ടിരിക്കുന്നത്, അവസാന നിമിഷം വരെയും എല്ലാം ലയിച്ചിരിക്കുന്ന സ്ഥലം അല്ല. അങ്ങനത്തെ അല്ല, തലവൻ എന്ന് പറഞ്ഞാൽ അതിലെ ഇൻവെസ്റ്റിഗേഷൻ, ഇത് കുറ്റം കൃത്യം കണ്ടുപിടിക്കുന്നതാണ് എൻ്റെ ഇതിൽ അതല്ല. ഇതിൽ ആ കൊല നടത്തുന്നതാണ് അതിലെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ട്. എങ്ങനെ നടത്തിയെന്നുള്ള എക്സിക്യൂഷൻ ഓഫ് ആ മർഡർ, അതാണ് എൻ്റെ. തീർച്ചയായിട്ടും മുതലാവും, എന്തായാലും കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാകുന്ന സിനിമയാണ്. പടത്തിൽ പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വ്യക്തിയുടെ ഒരു ഇതല്ല, ഫുള്ള് ആ സിനിമ നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. അത് തന്നെ എന്താ പറയുക, അതിൽ മൊത്തത്തിൽ നല്ല ഫിലിം എന്നുള്ള ഇതല്ല, ഒരു എടുത്തു പറയാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ മുഴുവനായിട്ട് നോക്കുമ്പോൾ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ആർക്കും ഒരു നെഗറ്റീവും പറയാനില്ല, അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നായകൻ പുള്ളിയുടെ 3ാമത്തെ ഫിലിമാണ്, ബാക്കിയെല്ലാം പുതുമുഖങ്ങളാണ്. പിന്നെ പ്രധാന കഥാപാത്രം നമ്മളെ ഇപ്പോൾ അടുത്ത് വന്ന എല്ലാ ത്രില്ലറിലുള്ള പൊതുവായിട്ടുള്ള സാന്നിധ്യമുണ്ട്. സിദ്ദിഖ് പുള്ളിയും ഈ ഫിലിമിലുണ്ട്. ഗോളം ഒരു ക്രൈം ത്രില്ലർ ജനറാണ്. അതിനോട് ഒരു 100% എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയാം. എന്നാലും ഒരു മാക്സിമം പഴുതടച്ച ഒരു സിനിമ എടുത്തിട്ടുണ്ട്. അതായത് നമ്മളെപ്പോഴും സിനിമയിൽ ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിലെ കുറ്റമാണ് കണ്ടുപിടിക്കാൻ നോക്കുക. അതായത് ഇതെങ്ങനെ ക്രൈം സംഭവിച്ചു, അതിൻ്റെ പിറകിലുള്ള ബാക്ക് സ്റ്റോറിയൊക്കെ, അതൊക്കെ അവർ നല്ല നീറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിഴവുകളില്ലാത്ത സിനിമ എന്നല്ല, പിഴവുകളുണ്ട്. പക്ഷേ നമുക്കൊരു 90% തിയേറ്ററിൽ നല്ല ആസ്വദിച്ച് കാണാൻ പറ്റും. എന്തെന്ന് പറഞ്ഞാൽ ത്രില്ലിംഗ് ആണ്, എൻഗേജിങ് ആണ്. 2 മണിക്കൂറേ ഉള്ളൂ, ബോറടിക്കുകയില്ല. പിന്നെ എല്ലാവരും ഭയങ്കര കിടിലം പെർഫോമൻസ് ഒന്നുമല്ല. ഇതിലെ നായകൻ ഇതിനു മുമ്പ് 2 സിനിമ ചെയ്തിട്ടുണ്ട്, മൈക്കും ഖൽബും. 2 വലിയ സിനിമകളൊന്നുമല്ല, ഇതിലും വലിയ പെർഫോമൻസ് ഒന്നുമല്ല. പക്ഷേ ഈ സിനിമയിലെ താരം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റും സ്റ്റോറിയാണ്, അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ദൃശ്യത്തിൻ്റെ ഒരു ഇൻസ്പിറേഷനൊക്കെ ഉണ്ട്. ഒരു ക്രൈമാണ്, അതിൻ്റെ പിറകിലുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. സിദ്ദിഖിൻ്റെ ഒരു കഥാപാത്രമുണ്ട്, അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിലോട്ട് എത്തുന്ന സാധനവും അദ്ദേഹം വന്നതിന് ശേഷം കുറേ റിവീലൊക്കെ ഉണ്ട്. അത് നല്ല സിനിമയ്ക്ക് ഭയങ്കര ഒരു ടേണിംഗ് പോയിൻ്റാണ്. അത് കാണുമ്പം നമുക്കൊരു സാധാരണ സിനിമ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നതിൽ നിന്നും ആ സിനിമ ഒന്ന് മാറുന്നത് നമുക്ക് മനസ്സിലാകും. ഇതിൽ പറയുന്ന ഒരു തീമുണ്ട്, ഒരു സ്റ്റോറിയുണ്ട്. അത് ഇന്നത്തെ സമൂഹത്തിൽ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന കോർപ്പറേറ്റിൻ്റെ ഒക്കെ പിറകിൽ ഒരു ചതിക്കുഴിയുണ്ട്, അത് ഈ സിനിമയിലും വെളിവാക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഈ അടുത്തൊന്നും ഇങ്ങനെ ഒരു ചെറിയ സിനിമ ഇത്രയും തൃപ്തികരമായിട്ട് കണ്ടിറങ്ങിയിട്ടില്ല. അതായത് വലിയ താരങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര ബഹളമൊന്നും ഇല്ലാത്തൊരു സിനിമ. ഇതിൻ്റെ സംവിധാനവും സ്ക്രിപ്റ്റും കൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ത്രില്ലിംഗ് ഒന്നാണ്, തിയേറ്ററിൽ വന്ന് കണ്ടുനോക്കാവുന്നൊരു സിനിമയാണ്. ഇങ്ങനത്തെ സിനിമകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, കണ്ടുനോക്കുക. ക്രൈം ത്രില്ലർ ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ക്രൈം ത്രില്ലറാണ്. അന്ന് അതിനോട് മാക്സിമം അവർ നീതി പുലർത്തി എടുത്തിട്ടുണ്ട്. ഗുഡ് ഫിലിമാണ്, ക്വാളിറ്റി മേക്കിങ്ങും എല്ലാം ഉണ്ട്. 2 മണിക്കൂറിൽ നമുക്ക് തിയേറ്ററിൽ പൈസ കൊടുത്ത് കാണുമ്പോൾ അയ്യേ എൻ്റെ പൈസ പോയേന്ന് അങ്ങനെയൊന്നും പറയാൻ തോന്നുന്നില്ല. ഒരു നീറ്റ് ഫിലിം.